എന്റെ ജീവിതത്തിൽ ഒരു അബദ്ധം പറ്റി. എനിക്ക് റോഡിൽ കിടന്ന ഒരു 3 പിള്ളേരെയും ഒരു വട്ട് പിടിച്ച സ്ത്രീയെയും ഞാൻ ഒരു വീട് വെച്ചു കൊടുക്കാന്ന് വിചാരിച്ചിട്ട്, എന്നുവെച്ചാൽ അവര് നമ്മുടെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മോളില്ല, മോള് മരിച്ചു കൊല്ലത്ത് വെച്ചാണ് ദയിപ്പിച്ചെന്നൊക്കെ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നു. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും സാമൂഹ്യ പ്രവർത്തനവുമായിട്ടുള്ള ഷാലു പേയാട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം ചാരിറ്റി പ്രവർത്തനങ്ങൾ അദ്ദേഹം തന്റെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളുടെ ബന്ധങ്ങളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ ചെയ്തു കൊടുക്കാറുണ്ട്. ധാരാളം കുടുംബങ്ങൾക്ക് അദ്ദേഹം വീട് വെച്ചു കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഓപ്പറേഷൻ തൂഫാൻ ഉൾപ്പെടെയുള്ള പദ്ധതികളുടെ ഭാഗമായിട്ട് അദ്ദേഹം സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകളും മറ്റു കാര്യങ്ങളും എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഷാലു പേയാടുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു വാർത്ത പുറത്തേക്ക് വരുന്നുണ്ട്. അദ്ദേഹം നടു റോഡിൽ വെച്ച് ഒരു വയോധികനെ എന്നൊരു വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ ക്ലിപ്പ് എല്ലാം തന്നെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. സോ ഈ ഒരു വിഷയത്തിൽ അദ്ദേഹം പറയുന്നത് ഈ ഒരു കുടുംബം തന്നെ വഞ്ചിക്കുകയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട വാക്കുതർക്കമാണ് ഈ ഒരു സംഘർഷത്തിലേക്ക് നയിച്ചതെന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. വഞ്ചിച്ചത് ഓക്കെ, പക്ഷേ ഈ ഒരു മർദ്ദനം അത് ഒഴിവാക്കാമായിരുന്നു. കാരണം താങ്കളുടെ അമ്മയുടെ പ്രായമുള്ള ഒരു സ്ത്രീയാണ്, അത് ഓർക്കണമായിരുന്നു. അത് മാത്രമേ ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളൂ. നമുക്ക് എന്തായാലും ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അടിച്ചത് അടിച്ചാല് നമുക്കങ്ങോട്ട് ഇറങ്ങാൻ വാങ്ങില്ലടാ. കഷ്ടം കേട്ടാ. അത് ഞാനി അമ്മച്ചി തള്ളിയിട്ട് അടിക്കണം. എല്ലാരും കൂടെ ഇട്ട് ചവിട്ടി നോക്ക്. ഷാലു പേയുടെ കൂടെ അവരിട്ട് തള്ളി, അവരെ ഇട്ട് കൊല്ലണ്. എന്തിനാൾക്കൂട്ടം എടുത്തിട്ട് അടിച്ചെന്ന് പറഞ്ഞ ചവിട്ടിയെന്ന് പറഞ്ഞ നിലത്തിട്ട്. കൊച്ച നിങ്ങൾ എന്നായിരുന്നു നിലവിളി വെച്ച സോ ഗൈസ്, ഇതാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്ന വീഡിയോ ക്ലിപ്പ്. അതായത് ഈ ഒരു ഷാലു പേയാട് എന്ന് പറയുന്ന വ്യക്തി നടു റോട്ടിൽ വെച്ച് ഈ ഒരു അമ്മയെ ആക്രമിക്കുന്ന വീഡിയോ ദൃശ്യം സമീപവാസിയായിട്ടുള്ള ഒരു വ്യക്തി പകർത്തുകയും അത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ന്യൂസ് 18 വന്ന വാർത്തയാണ് നമ്മളിപ്പോൾ കണ്ടത്. എന്നാൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഷാലു പേയാട് പറയുന്നത് ഈ ഒരു കുടുംബത്തിന് ഇദ്ദേഹം വീട് വെച്ച് നൽകാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയതാണ്. ആ ഒരു ടൈമിലാണ് ഈ ഒരു കുടുംബം തന്നെ വഞ്ചിക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കിയതെന്നാണ്. ഇതേ തുടർന്ന് കഴിഞ്ഞ ദിവസം ഇവർ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയും അവിടെ വെച്ച് തന്നെ ഒരു സംഘർഷവും വാക്കേറ്റവും ഇവർ തമ്മിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സംഘർഷവും വാക്കേറ്റവും ഒക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ന് വീണ്ടും ഇരുപക്ഷവും നേർക്ക് നേർ വരികയും ഏറ്റുമുട്ടൽ ഉണ്ടാവുകയും ചെയ്തത്. ഏതായാലും ഇതിനകത്ത് ഈ ഒരു വയോധികനെ ആക്രമിച്ചതിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. അവർ നിങ്ങളെ ചതിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ആ ഒരു കുടുംബവുമായിട്ടുള്ള ബന്ധം ഒഴിവാക്കണമായിരുന്നു. അതേപോലെ തന്നെ നിങ്ങളെ അവർ ചതിച്ച് പണം വല്ലതും നേടിയിട്ടുണ്ടായിരുന്നെങ്കിൽ അത് നിങ്ങൾ ലീഗലി ആയിരുന്നു തിരിച്ചു വാങ്ങേണ്ടത്. അല്ലാതെ ഇതൊരു സംഘർഷത്തിലേക്ക് കൊണ്ടുപോയതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല. എന്തായാലും അവരൊരു പ്രായമായിട്ടുള്ള സ്ത്രീയാണ്. നിങ്ങൾ ഇടയ്ക്ക് എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് മന്ത്രിമാരെയൊക്കെ ആയിട്ട് നല്ല ബന്ധമുണ്ട്, അറിയാം. പക്ഷേ ഒരു മനുഷ്യജീവന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ പിടിപാടൊന്നും മതിയാവില്ല അവിടെ നിന്ന് ഊരി വരാണ്ട്. അതൊന്നും ഷാലു പേയാടിനെ പോലുള്ള ആളുകൾ മനസ്സിലാക്കുക. എന്നാൽ ഈ ഒരു വിഷയത്തിൽ ഈ ഒരു സ്ത്രീക്ക് മാനസിക രോഗമുണ്ടെന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. അതിനകത്ത് സത്യാവസ്ഥ ഒന്നും നമുക്കറിയില്ല. എന്നാലും ഇതിനെക്കുറിച്ച് ഷാലു പേയാടിന് പറയാനുള്ളത് നമുക്കൊന്ന് കണ്ടുനോക്കാം. എന്റെ ജീവിതത്തിൽ ഒരു അബദ്ധം പറ്റി. എനിക്ക് കൊല്ലത്ത് വെച്ചാണ് ദയിപ്പിച്ചെന്നൊക്കെ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നു. ഇവര് നമ്മളെ പറ്റിച്ചായിരുന്നു. ഇതെനിക്ക് അറിഞ്ഞൂടായിരുന്നു. ഇന്നതാ ഇവിടെ മൊത്തം നാട്ടുകാരും കൂടി ഇവിടെ കിടന്ന് ഇവര് മൊത്തം അലുമ്പും ഭയങ്കര പരിപാടി. അപ്പം ഇവർ പറയണമെന്ന് വെച്ചാൽ ഇവർക്ക് 1 കോടി രൂപ വേണമെന്നാണ് ഇപ്പൊ പറയണത്. ഇവർക്ക് വട്ടാണ്. പോലീസിന്റെ കയ്യിലൊന്നും നിന്നില്ല. ഞങ്ങൾ 2 ദിവസം മുമ്പ് രാത്രി പോലീസ് സ്റ്റേഷനിൽ കിടന്ന് അമ്മാതിരി അലുമ്പ് കാണിച്ച് അവിടെ കിടന്നുള്ള പോലീസുകാരെയൊക്കെ തള്ളയ്ക്കും വിളിച്ചു.
ഇവരെന്ത് വേണം ചെയ്യും. നിങ്ങൾ എവിടെയെങ്കിലും ഇവരെ ഒന്ന് സേഫ് ആക്കി മാറ്റിയില്ലെങ്കിൽ ഈ 3 ആണ്. നമ്മളിത് എങ്ങനെയെങ്കിലും സർക്കാർ സെറ്റപ്പിൽ ഇവരെ മാനസികാരോഗ്യത്തിൽ എത്തിക്കണം. അതുപോലെ തന്നെ ഈ 3 പിള്ളേരിൽ എവിടെയെങ്കിലും ഏൽപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് തൊട്ടടുത്തുള്ള ആരൊക്കെ വന്നിട്ട് ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ട് ഇതിനകത്ത് രാഷ്ട്രീയം കേട്ടത്. എന്റെ പൊന്ന് സഹാക്കന്മാരെ, ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കല്ലേ. സോ ഇതാണ് ഷാലുപ്പയാടിന് പറയാനുള്ളത്. എനിക്ക് പറയാനുള്ളത് ഈ ഒരു വിഷയത്തിനകത്ത് ഈ ഒരു അസ്വാഭാവിക സംഭവം അവിടെ ഒഴിവാക്കാവുന്ന ഒരു കാര്യമായിരുന്നു. നിങ്ങൾ അവിടെ പോകണ്ടായിരുന്നു. നിങ്ങൾക്ക് അതിന് പകരം മന്ത്രിമാരുമായിട്ടും MLA ആയിട്ടൊക്കെ നല്ല കോണ്ടാക്ട് ഉണ്ട്. അവരെയൊക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ബന്ധപ്പെട്ട അധികാരികളുമായിട്ട് വന്ന് ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരുന്നു നല്ലത്. ഈ പറയുന്ന പോലെ ഈ ഒരു സ്ത്രീയെ മാനസികാരോഗ്യ കേന്ദ്രത്തിലോട്ട് മാറ്റുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങൾ അങ്ങനെ വേണം അതിന് ചെയ്യാണ്ട്. അല്ലാതെ ഇപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് വന്നതാണ് ഇത്രയധികം ഇഷ്യൂ ആയിട്ട് ഇത് മാറിയത്. എന്നാൽ ഈ ഒരു വിഷയത്തിനകത്ത് ഞാൻ ഒരു കാരണവശാലും ഷാലുപ്പയാട് എന്ന് പറയുന്ന വ്യക്തിയെ ന്യായീകരിക്കുന്നില്ല, അതേപോലെ ഈ ഒരു വീട്ടുകാരെ ന്യായീകരിക്കുന്നില്ല. എന്നാൽ ഈ ഒരു വിഷയവുമായി എന്തെങ്കിലും പുതിയ അപ്ഡേറ്റ് വരികയാണെങ്കിൽ നമുക്ക് കാണാം. ഓക്കെ, എന്നാൽ ബൈ.